ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കേൻഡി ലേക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചെറുതായിട്ട് മഴയാണ്. നമ്മുടെ നാട്ടിൽ പോലും മഴയൊന്നുമില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ പെയ്ത് നിൽക്കുന്നുണ്ട്, പാടമായിരിക്കും എന്ന് വിചാരിക്കാം. കാൻഡി ലേക്കിൽ പോകുമ്പോൾ ഒരു സ്ഥലം വരെ നമുക്ക് ആ വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് വണ്ടി മാറി കയറുകയാണ്. ഈ വണ്ടിയിലാണ് നമ്മൾ കാൻഡി ലേക്കിൻ്റെ അടുത്ത് വരെ എത്തി. ഇനി ഇവിടെ നിന്ന് പിന്നെയും വേറൊരു കാറ് കയറി പോകാനുണ്ട്. നിൽക്കുന്ന സ്ഥലം അടിപൊളി. ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ നമ്മൾ റെയിൻ കോട്ട് ഇടാൻ പോകണം. യെസ്. ഏയ് ആ മലയുടെ മേലെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. സോ 2-3 വഴികളിൽ കയറാം. ഒന്ന് വേണമെങ്കിൽ നമുക്ക് നടന്ന് കയറാം, ഒരു 3 കിലോമീറ്റർ നടക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ ടാക്സിയിൽ പോവാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ നിൽക്കുന്ന ആ കുതിരകളിൽ കയറി പോവാം. സോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മേലോട്ട് നമ്മൾ ടാക്സിയിൽ പോയിട്ട് തിരിച്ച് നടന്നു വരാം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ വ്യൂ തിരിച്ച് നടക്കുമ്പോൾ കാണാനും പറ്റും, മേലെ പെട്ടെന്ന് എത്തുകയും ചെയ്യും. നമ്മളങ്ങനെ അവിടുന്ന് അടുത്ത വാനിൽ കയറിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് അടുത്ത പമ്പി റൈഡ്. നമ്മുടെ രണ്ടാമത്തെ വാനേർ നമ്മുടെ അടുത്ത പോയിന്റിൽ കൊണ്ട് ഇറക്കി. ഇനി കുറച്ച് ദൂരം നടക്കും വേണം, എന്നാലേ നമുക്ക് കേൻഡിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നടക്കുവാണ്. കാൻഡിയിലേക്ക് എത്താറായിട്ടുണ്ട്. 300 meters ഓൺലി. ബാക്കിലൊക്കെ ഫുള്ള് മഞ്ഞാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ സ്ഥലത്ത് മഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. നമ്മുടെ ആളുകൾ വരുന്നുണ്ട്. Look at the place. ആ ബാക്കിലൊക്കെ വെള്ള കാണുന്നൊക്കെ മഞ്ഞ് കെട്ടി കിടക്കണം. എത്താറായെന്ന് തോന്നുന്നു. നമ്മുടെ കാൻഡി ലേക്കിൻ്റെ ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. വാവ്. നടന്നോ. വാ. How is it? But it might confusing, but those are not birches, and like those are spruces, just like others. So as you remember, most of the lakes in Tian Shan, they are tectonic origin. Okay. So this is a result of earthquake that happened in 1911, and it was strong. It was 9 by the scale of Richter. So you see the rock at the end of the lake? Yeah. It was whole at once, but because of a strong earthquake, it split in half. Okay, in the Bangla സ്ഥലമാണ്. മഴയുള്ളതുകൊണ്ട് ഭംഗി ഒന്നുകൂടി കൂടിയ പോലല്ലേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നലത്തെ കണക്ക് ഏറ്റവും തണുപ്പ് ഇന്നാണ്. പിന്നെ ഇതിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ഒരു എർത്ത് കേക്കിൽ ഉണ്ടായതാണ് കേട്ടോ ഈ ലേക്ക്. അതെ, ആ മലയിൽ കാണുന്ന ചെടികൾ പോലെ തന്നെയായിരുന്നു ഈ ചെടികളും. അതെ. അപ്പോൾ മഴ വന്ന് എർത്ത് കേക്ക് വന്നിട്ട് ഇവിടെ ഫുള്ള് ഫ്ലഡായിട്ട് ആ മരങ്ങളെല്ലാം മരിച്ചുപോയി. എല്ലാം ആക്ച്വലി ഡെഡ് ട്രീസ് ആണ്. അതിന്റെ മേലത്തെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. റൂട്ട്സ് ഒക്കെ അടിയിലുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. യെസ്. വാവ്. നമ്മള് ആ വ്യൂ പോയിന്റിന് കുറച്ച് ഫോട്ടോ വീഡിയോസ് എടുത്തിട്ട് നടന്ന് കുറച്ചും കൂടെ വന്നപ്പോൾ ഇവിടെ താഴെ ഇറങ്ങാൻ ഒരു വഴി കിട്ടി. യെസ്. അപ്പോൾ കേൻഡി ലേക്കിൽ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11 ആവാറായി. ഇപ്പോൾ നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. ആക്ച്വലി നമ്മൾ സെക്കൻഡ് വാൻ എടുത്തല്ലോ, ആ വാൻ ഇത്തവണ തിരിച്ചു പോകാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ വാക്കിംഗ് ആണ് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നടക്കുവാണ്. കുറച്ച് ദൂരം ഉണ്ട് തോന്നുന്നു. ഒരു മല കയറി ഇറങ്ങി പോകണം എന്ന് തോന്നുന്നു. ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പം
മഴയാണ്, കൈയൊക്കെ തണുത്ത് ഐസ് പോലെ അല്ലേ വിഷ്ണു നനഞ്ഞിട്ട്. അതെ, ഇതാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി. ഇത്രയും കയറി ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ലേക്ക് കാണാം. പോകണ്ട വഴി മലയുടെ മുകളിലൊക്കെ ഉണ്ടാവും, സ്നോ ഉണ്ട്. വേണമെങ്കിൽ കുതിര ഒരു ഓപ്ഷൻ കേട്ടോ, നടക്കാൻ പറ്റാത്തവരും പിന്നെ കുതിര ട്രൈ ചെയ്യാനെന്ന് ആഗ്രഹമുള്ളവർക്കും. അതാ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് വീഴുമെന്ന് പേടിയോ. കല്ലിക്കൂടെ നടക്കാൻ പറ്റില്ല, സ്റ്റീപ്പാണ്, പിന്നെ നനഞ്ഞ് കിടക്കുന്നുണ്ട്, പിന്നെ കുതിര പോയിട്ടുണ്ട്, പിന്നെ കുതിരയുടെ ചാണകവും ഒക്കെ ഉണ്ട്. അത് കാരണം നല്ല മടിയാണ് കേട്ടോ, കുറച്ച് പാത്ത്. അപ്പോൾ കല്ലുള്ളതുകൊണ്ട് നടക്കാം, അല്ലെങ്കിൽ തെന്നി തെന്നി പോകും. വാവ്, ലുക്ക് അറ്റ് ദ വ്യൂ. നമ്മൾ നടക്കുന്ന വഴിയിലെ വ്യൂ രക്ഷയില്ല കേട്ടോ, രസമുണ്ട്. നാച്ചുറൽ ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ നൈസ്. അപ്പോൾ ഈ സ്ട്രീം കിടക്കാൻ പോവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കായിരുന്നു. അറൗണ്ട് 3 കിലോമീറ്റർ ആയിരുന്നു. നമ്മൾ താഴെ എത്തി. ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റ് റൂം ഉണ്ട്, അവിടെ കയറി ഒന്ന് ഫ്രഷായി. എന്നിട്ട് ഇനി നമ്മുടെ അടുത്ത വാനിൽ കയറുകയാണ്. ഇതിന് അരമണിക്കൂർ ബമ്പി റൈഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഷാരൻ കാനിയൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് സാറ്റി വില്ലേജ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മുടെ ലഞ്ച്. നമുക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന ലഞ്ച് ഇതാണ്. കുറേ സ്പ്രെഡ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല വിഷ്ണു? That is pretty grand. Ordinary bausa, which is main thing here, and then the other main thing is this called it's a dried cottage cheese with salt. സൂപ്പാണ് In Uzbekistan, you can try this, but the dough can be them in different shapes. And ഒരു ഫുഡിനെ കുറിച്ചും ആയിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത്രയും വലിയ ബൗളിൽ ബീഫൊക്കെ ഇട്ട സൂപ്പാട്ടോ. ഈ സൂപ്പ് കുടിച്ച് തീരാറായപ്പോഴേക്കും അവരിത് പുലാവും കൊണ്ടുവന്നിട്ടുണ്ട്, അതും കുറച്ചെടുത്ത് വെച്ചു. നമ്മളിപ്പം ഹെവി ലഞ്ച് കഴിച്ചു, കുറേ സ്വീറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ വാൻ അവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മളിനി വാനിൽ കയറാൻ പോകണം. ഇത് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഷാരൻ കാനിയൻ. താങ്ക് യു, ബൈ. നമ്മളിപ്പം ലഞ്ച് കഴിച്ചത് സാറ്റി വില്ലേജിനായിരുന്നു കേട്ടോ. അപ്പം ഇനി അടുത്തത് ഷാരൻ കാനിയനിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ്. 100 കിലോമീറ്ററാണ് ഏകദേശം ഉള്ളത്. ഇവിടെ ഭയങ്കര ചൂടായിരിക്കുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അല്ല. ക്യാപ്പ് സണ്ണി ക്യാപ്പൊക്കെ എടുത്ത് ഹാറ്റൊക്കെ എടുത്തിട്ടൊന്നും ആവശ്യമില്ല. നമ്മൾ ജാക്കറ്റ് ഇട്ട് ഇറങ്ങി. ഇനി ഹൈക്കാണ്, കുറച്ച് കിലോമീറ്റർ നടക്കണം താഴത്തേക്ക്. താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ, താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങാൻ പോവാണ്. താഴത്തേക്ക് എത്തിയാൽ ഇത്രയും കാറ്റില്ല തോന്നുന്നു. ഷാരൻ കാനിയനിലേക്ക് നമ്മുടെ വാന് ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് താഴോട്ടൊരു 2.5 കിലോമീറ്ററോളം നടക്കണം. എന്നാലാണ് കാനിയൻ്റെ ഏറ്റവും അടിഭാഗത്ത്, അതായത് റിവർ എത്തുക. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഇതേ വഴി നമുക്ക് വാനുണ്ട്, വാൻ വെച്ചാൽ നമ്മൾ തരാം. പക്ഷെ പോകുമ്പോൾ വേണമെങ്കിൽ വാൻ എടുക്കാമായിരുന്നു നമ്മൾ, പക്ഷേ വാക്കിങ്ങാണ് ചൂസ് ചെയ്തത്. ഇതാണ് ഇപ്പോൾ കാനിയൻ. സോ ഷാരൻ കാനിയനിലെ റിവറിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് കാനിയൻ. സോ കല്ലുകളൊക്കെ കണ്ടാൽ അറിയാം, പല പല വർഷങ്ങളായിട്ടുള്ള സെഡിമെൻറ്റ്സ് കാരണം ഉണ്ടായതാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. വേൾഡിലെ
ആണെന്ന് തോന്നുന്നു. ആണോ? ഫസ്റ്റ് ഗ്രാൻഡ് ക്യാനിയന് ശേഷം ഉം. ഷാരൻ ക്യാനിയൻ ഉം. വായിച്ചായിരുന്നു കേട്ടോ. കൊള്ളാം. മേലെ നല്ല കാറ്റായിരുന്നു, താഴെ വന്നപ്പോൾ അധികം കാറ്റില്ല. അവിടെ രണ്ടെണ്ണം പൊട്ടി വീണ പോലെ രണ്ട് വലിയ പീസ് കിടക്കുന്നുണ്ട് കേട്ടോ, കല്ലിൻ്റെ പ്രത്യേക ഷേപ്പിൽ. അവിടെ എത്തിയിട്ട് ഒരു മൂടി എടുക്കും. മുകളിൽ നിന്ന് താഴെ പൊട്ടി വീണ പോലത്തെ രണ്ട് കല്ലുണ്ട്. ഇതിലൂടെയൊക്കെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന വഴിയല്ലേ? ഹെവി റെയിനി സീസൺ അല്ലെങ്കിൽ സ്നോ ഒക്കെ മെൽട്ടായിട്ട് റിവേഴ്സ് വലുതാകുമ്പോൾ ഇതിലൂടെയാണ് വാട്ടർ പാസ് ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞു തോന്നുന്നു. ഇനി 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കല്ലുകളല്ലേ വിഷ്ണു ഈ പാട്ടിൽ? നമ്മൾ ഇന്നലെ പോയ ബ്ലാക്ക് കാനിയൻ ഫുള്ള് ഈ കളറായിരുന്നു. ഇതിപ്പം ഇതിൻ്റെ ഷാരൻ കാനിയൻ ഒരു ഭാഗമാണ് ബ്ലാക്ക് കാനിയൻ. പക്ഷെ നമുക്ക് നടക്കുന്ന വഴിയിൽ കുറച്ചൊരു ഡാർക്ക് കല്ലുകളുടെ സ്ഥലമെത്തി. ഇനി ഫ്രണ്ടിൽ പോകാൻ എവിടെ വീഴാൻ പോകുന്ന ഊരായിരുന്നു. ഒരു പ്രത്യേക തായ്ലൻഡിലാണെങ്കിൽ ഇതിനുള്ള ചിക്കൻ റോക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാ, നമ്മുടെ ചിക്കൻ ഐലൻഡ് പോലെ തായ്ലൻഡില്. എത്ര പേരാ ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് വിഷ്ണു കല്ല് വെച്ചു നോക്കട്ടെ. ഇനി കുറച്ച് ദൂരം നിന്നിട്ട് എടുത്തിട്ട് വേണ്ട 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 വെച്ചോ, നമുക്ക് പോവാം. ഇവിടെ വാൻസ് വരുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് വാൻ പിടിക്കാം. ബാത്റൂമൊക്കെ ഉണ്ട്, പട്ടിയുണ്ട്. ഇവർക്ക് ആർമിക്കാരുടെ ഡ്രസ്സ് പോലുണ്ടല്ലോ. കസാക്കിസ്ഥാൻ ആർമിയുടെ ഡ്രസ്സാണല്ലേ. അപ്പൊ നമ്മളങ്ങനെ നടന്ന് റിവർ എത്തിയിട്ടുണ്ട്. നല്ല സുഖം, നല്ല കാറ്റ് വെച്ചേക്കുന്നത്. ഓക്കേ, എല്ലാം വേറെ ഭാഷയാണോ? അല്ല അല്ലേ? തവണ ചാടി. അപ്പൊ ഇതാണ് ക്യാനിയന്റെ താഴത്തെ റിവർ. ഇറങ്ങാൻ പാടില്ലെന്നല്ലോ ഉണ്ടാവുമോ? ആരുമില്ലല്ലോ. സാധാരണ വെള്ളം നല്ല തണുപ്പുണ്ടാവും തോന്നുന്നു. ഇന്നത്തെ കൊൽസായിന്റെ വെള്ളം പോലെ തന്നെ. നമ്മുടെ പട്ടിരാജ് വന്ന് അവിടെ ബാഗ് ചെക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് പോവാണ്. പോയി നമ്മൾ അവിടെ കണ്ട പോലത്തെ വാനല്ലേ വിഷ്ണു? ഇത് ബാക്കിലിരുന്ന് വേണം പോവാൻ തോന്നുന്നു കേട്ടോ. നമ്മള് വാനിൽ കയറിയിരുന്നു. കുറച്ച് ബമ്പി ആയിട്ടുള്ള റൈഡാണ്, പക്ഷെ അങ്ങനെ ഓപ്പൺ വാനായിട്ട് ആ കുഞ്ഞു വഴി കൂടെ അല്ലേ പോകാൻ പോകുന്നത്. രണ്ട് റോക്കിനിടയിൽ കൂടെ വിഷ്ണുവൊക്കെ നിന്നു. വരുന്ന വഴിക്ക് കുറച്ച് പേരെ കയറ്റി എക്സ്ട്രാ. കുത്തനുള്ളൊരു പ്ലേസിൽ ഇറക്കിയിട്ടുണ്ടാവും. നമുക്ക് ആ മുകളിലേക്ക് കയറണം. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പാർട്ടാണ്, കൈയൊക്കെ യൂസ് ചെയ്ത് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്കിനി മുകളിലെത്തിയിട്ട് നോക്കാം കേട്ടോ. ഇത് മുകളിലെത്തിയ കൈ ഇത് യൂസ് ചെയ്യും. അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കയറി പോകുന്നത്. നമ്മൾ ഏറ്റവും പുറകിലാണ്. അപ്പം ഇതാ നമ്മൾ കയറുന്ന വഴി. ഇത്രയും ടോപ്പിൽ എത്തിയിട്ടുണ്ട്.
ഇപ്പം നല്ല കാറ്റുണ്ട്. Look at the place. So you need to teach some word, the moves, like sorry. Really? No, it's just Bollywood. അയക്ക് നമുക്ക് മുകളിലെത്തിയാൽ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നല്ല എടുത്ത് തന്നിട്ടുണ്ട് നമ്മുടെ ടൂർ ഗൈഡ്. നമ്മളിനി പാർക്കിംഗ് സ്പോട്ടിലേക്ക് നടക്കുവാണ്. നല്ല കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. തണുത്ത കാറ്റ്, കൈയും ചുണ്ടും മൂക്കൊക്കെ ഫ്രീസായി പോകുന്ന പോലത്തെ കാറ്റാ. നൈസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? ഷെറിൻ കാനിയൻ സൂപ്പർ ആയിരുന്നു. ഈ നമ്മൾ ഈ 2 ദിവസത്തില് ഏറ്റവും അടിപൊളി സ്ഥലം ഷെറിൻ കാനിയൻ എന്ന് പറയാം. എല്ലാം നല്ല, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇഷ്ടമായത് ഇവിടെയാണ്. നമ്മളിവിടെ നടന്നു, കുറെ ദൂരം നടന്നു, കുറെ വണ്ടിയിൽ പോയി, കാറ്റ്, തണുപ്പ്, നല്ല ഭംഗിയുള്ള മലകള്. ഇതാണ് വെറൈറ്റി എക്സ്പീരിയൻസ് കേട്ടോ, ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ 2 days ടൂർ ബുക്ക് ചെയ്തത് കസാഖ് ഗൈഡഡ് ടൂർസ് എന്നുള്ള ഏജൻസി വഴിയാണ്. സോ നമ്മുടെ ഗൈഡ് അയക്കാം. ഷീസ് ബീൻ ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. അടിപൊളി കേട്ടോ, വണ്ടർഫുൾ. സോ ഇഫ് എനിവൺ വിസിറ്റിംഗ് കസാഖ് ഗൈഡഡ് ടൂർസ്. Thank you. തിരിച്ചു വന്ന് നമ്മുടെ വാനിൽ കയറി. ഇനി സ്റ്റോപ്പൊന്നുമില്ല, ഡയറക്റ്റ് അൽമാട്ടിലേക്ക് പോവാണ്. ഷെറിൻ കാനിൽ നിന്ന് അറൗണ്ട് 200 kilometer ഉണ്ട് അൽമാട്ടി സിറ്റി. ഇപ്പോൾ എത്താൻ കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ എത്തിയിട്ട് ഫുഡൊക്കെ എന്ത് ചെയ്യണം നോക്കണം. നമ്മൾ തിരിച്ച് അൽമാട്ടി എത്തിയിട്ടുണ്ട്. സമയം 7:30. നമ്മൾ തിരിച്ച് റൂമെത്തി. എന്നിട്ട് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പം എന്താണ് കാർഡ് എന്തോ വർക്ക് ആവുന്നില്ല. അപ്പം നമ്മൾ ഇനി പുറത്ത് പോയി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുക എന്തെങ്കിലും കഴിക്കാൻ. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നല്ല തണുപ്പാണ് പുറത്ത്, മഴയും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ രാത്രി അൽമാട്ടി സിറ്റിയിലൂടെ ഭക്ഷണം തേടി നടക്കുകയാണ്. നമ്മൾ മിക്കവാറും സൂപ്പർ മാർക്കറ്റിൽ, കഴിഞ്ഞ ദിവസം പോയ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ പ്ലാൻ ഉണ്ട്. പഴവും പാലൊക്കെ മേടിക്കണം. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫുഡും അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇഷ്ടമുണ്ടല്ലോ, മഴയുണ്ട്, കുട പിടിച്ച് നടക്കുക കേട്ടോ രാത്രി തണുപ്പത്ത്. ബക്ലാവ കണ്ടപ്പോഴേക്കും വിഷ്ണുദേ പിന്നെയും ബക്ലാവ ഓർഡർ ചെയ്യാൻ പോവാണ്, മേടിക്കാൻ പോവാണ്. നമ്മളിങ്ങനെ എഴുതി കാണിക്കണം കേട്ടോ, 2 piece അവരെ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. പീസും ഗ്രാമൊന്നും അവർക്ക് മനസ്സിലാവില്ല വേർഡ്സ്. അപ്പം നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ചിക്കനും പുലാവ് റൈസൊക്കെയാണ് മേടിച്ചത്. എന്നിട്ട് തിരിച്ച് ബക്ലാവ മേടിച്ചിട്ടോ വിഷ്ണു. എന്നിട്ട് തിരിച്ചതേ റൂമിലേക്ക് നടക്കുവാണ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്യാണ്. അപ്പോൾ പക്ഷേ നാളെ നമ്മൾ ഇനിയും പോകാൻ പ്ലേസസ് ബാക്കിയുണ്ട്. കൊക്ടോ ബേ, അതെ, നമ്മൾ ബാക്കിയുള്ള പ്ലേസസ് ഇനി കൊക്ടോ ബേ, ബിഗ് അൽമാട്ടി ലേക്ക് പറ്റുകയാണെങ്കിൽ പിന്നെ ഷിംബുല. അപ്പോൾ അതൊക്കെ വേറെ വീഡിയോസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.